പറ്റിയോ? വല്ലതും പറ്റിയോന്നോ? വീണത് കേബിൾ TV, വയറ്, ടെലിഫോൺ കേബിള് ഇതിലെല്ലാം പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ 4 കാലിലാണ് വീണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പക്ഷെ വിജയ്, ഇതൊരു നല്ല സന്ദർഭമാ. ഒറ്റയടിക്ക് തീർക്കാനാ? അതല്ല, നാളെ രാവിലെ ഒരു ബൊക്കെ, അമ്പലത്തിലെ പ്രസാദം, ഇതൊക്കെയായിട്ട് ഞാൻ ആളെ കാണാൻ പോകുന്നു. ഞാനും പറയടാ. വേണ്ട വിജയ്, വേണ്ട. നീ വന്ന സംഗതി കൊളോ. എടാ, ഞാനൊരു അക്ഷരം മിണ്ടില്ലടാ. കഥകളിക്കാർ ചോദിക്കുന്ന പോലെ കണ്ണുകൊണ്ട് ഞാൻ സുഖമാണെന്ന് ചോദിക്കും. നാദസ്വരം കാണില്ല. അതെ, എന്നോട് വേണമെങ്കിൽ കളിച്ചോ, പക്ഷെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഓക്കെ? വിജയ്, നിങ്ങളോ? അകത്തേക്ക് വാ. കൺഗ്രാറ്റുലേഷൻസ്. സോറി സർ, അറിയാതെ പറഞ്ഞു പോയതാ. രാവിലെ അമ്പലത്തിൽ പോയി സാറിന്റെ പേരിൽ ഒരു കാവടി എടുത്തിട്ട് അർച്ചന ചെയ്തിട്ട് വന്നതാ. ഞാനും സാറിന്റെ അസുഖം ഭേദാൻ വേണ്ടി പഴനി പോയി മുട്ടയടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. മുട്ട എനിക്കല്ലടാ, സാറിന്. സാറിന് മുട്ടയടയ്ക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതെ അതെ, ഇങ്ങനെ ചെയ്തു കൂട്ടിയതിന് ഇങ്ങനെ തന്നെ വേണം. പുറത്ത് തല കാണിക്കാൻ വയ്യാതെയായി. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ, പാവല്ലേ. പിന്നെ ചത്ത പാട്ടിയെ കണ്ട് ഇങ്ങനെ ആരെങ്കിലും പേടിക്കോ? അത് ചത്തില്ല. ഓ, ജീവനോടെ ഉണ്ടോ? അതിനെവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു? സർ, വലുതായിട്ടൊന്നും പറ്റിയില്ലല്ലോ, ചെറിയൊരു എക്സ്റേ. സോറി സർ, എനിക്കൊരു ചെറിയ സംശയം. എന്താ അത്? അതായത് നിങ്ങൾ ഈ പാർട്ടി അടിക്കുന്നതിന് മുമ്പ് താഴെ വീണോ അതോ അടിച്ചതിന് ശേഷം താഴെ വീണോ? ഈ ചോദ്യം ഇപ്പൊ ആവശ്യമാണോ? അല്ല സർ, ഈ ഫ്ലാറ്റുള്ളവർക്ക് മുഴുവൻ സംശയമാണ്. അല്ല, അത് വാച്ച്മാനാണ് പാറ്റയെ അടിച്ചതെന്ന് പറയുന്നത്. അത് നിങ്ങൾ ആ പാറ്റയെ കടിച്ചെന്നാ പറയുന്നത്. സോറി വിജയ്, സോറി. സോറി. എടാ കാർത്തിക്, ഇത് ചെയ്യരുതായിരുന്നു. ഞാനൊന്നും ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇവനാ ആ പാർട്ടിയുടെ കാര്യം. ഞാൻ ഇതുകൊണ്ട് നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടാ, അയാളെ കണ്ട എങ്ങനെയാണാ ചിരിക്കാതിരിക്കുക? ഐ എം സോറി അർച്ചന. കഷ്ടം തന്നെടാ. എന്നാൽ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതെ, അത് തുറന്നു നോക്ക്. അതിനകത്തുനിന്ന് മ്യൂസിക് വന്നോണ്ടിരിക്കുക. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. താങ്ക് യു. അർച്ചനെ, ഞാനൊന്ന് ചോദിച്ച തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിന്നെ സംബന്ധിച്ച് മ്യൂസിക് എന്നാൽ എന്താ? നിന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് വെച്ചാൽ എന്താ? എന്താ? ഓക്കെ, സോറി. നിങ്ങൾക്കെല്ലാവർക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ സന്തോഷം. എനിക്ക് മ്യൂസിക് മറ്റൊരു ഭാഷ.
എനിക്ക് ഹിന്ദി അറിയില്ല, ചൈനീസ് അറിയില്ല, അതുപോലെ മ്യൂസിക്കും അറിയില്ല. എന്നാൽ എനിക്കറിയാവുന്ന ഒരു ഭാഷ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. മൗനം.